ഈ വൈകുന്നേരത്തെ വിശപ്പ് എനിക്കൊക്കെ ആണെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഭയങ്കര വിശപ്പാണ്, ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, നേരം വൈകുന്നേരം പോലും വായിക്കാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരത്തെ വിശപ്പ് നിയന്ത്രിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ചിലർക്ക് ഒരു ചായയും കടിയും മാത്രം മതിയാകും, ചിലർക്ക് നല്ല കട്ടിക്ക് ഭക്ഷണം കഴിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരിടം പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ മോഹൻ. വൈകിട്ട് ചായയോടൊപ്പം കപ്പയും അല്പം മീറ്റ് വിഭവങ്ങളുമൊക്കെ കഴിക്കാം. വെറും 80 രൂപയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് നെടുമങ്ങാട് വെള്ളറട എന്ന ഭാഗത്ത്. അവിടേക്ക് പോകുന്നു ഞങ്ങളുടെ പ്രതിനിധി അരുൺ മോഹൻ. ഒന്നാം തരം കപ്പയും ചിക്കൻ തോരനും കോമ്പയായി വെറും 80 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഇടമുണ്ട് വെള്ളറടയിൽ. കപ്പയും കാന്താരിയും എന്ന സ്ഥാപനമാണ് ഇത് നൽകുന്നത്. വൈകുന്നേരങ്ങളിൽ ആൾക്കാർ ഇവിടെ ചിലവഴിക്കാൻ എത്തുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്ക് കണ്ടുവരാം. എൻ്റെ വീട് ഇതിൻ്റെ അടുത്താണ്. പക്ഷേ ഇവിടുത്തെ ഈ കപ്പയും തോരനും എല്ലാം കൂടി 80 രൂപയുള്ളൂ. അത് കഴിക്കാനാണ് വന്നത്. എൻ്റെ വീട് അടുത്താണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കഴിക്കുള്ളൂ. വീട്ടിൽ പോലും ഞാൻ കഴിക്കാൻ പറ്റില്ല. കാരണം തോരനൊക്കെ അടിപൊളിയാണ്. വൈകുന്നേരം വന്നൊരു കപ്പയും തോരനും കഴിച്ച് 80 രൂപയ്ക്ക് നമുക്ക് ലാഭമാണ്. അതും നമ്മളെ സകല വയറ് നിറയോളം കിട്ടുന്നുണ്ട്, തരണുണ്ട്. അത് അടിപൊളി. വൈകുന്നേരം ചായയും കൂടി, ചായ ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്. സ്ഥിരം വരാറുള്ളതാണ്. ഞാൻ ഇവിടെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മളെ ലൈറ്റ് തന്നെ നമുക്ക് ദോശയും ചമ്മന്തി ഇവിടെ തന്നെ നല്ല ഫുഡ് ഉണ്ട് രാവിലെ. ഉച്ചയ്ക്കാണെങ്കിൽ ഇന്നലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ പോത്ത് ബിരിയാണി ആയിരുന്നു, സ്പെഷ്യൽ ആയിരുന്നു. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഇന്നലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയത്. വൈകുന്നേരങ്ങൾ വരാറുണ്ട്. 80 രൂപയേ ഉള്ളൂ. നല്ല ക്വാണ്ടിറ്റിയാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. വീട്ടിലൊക്കെ വാങ്ങിയിട്ട് പോകാറുണ്ട്. വൈകുന്നേരങ്ങളൊക്കെ വരാറുണ്ട്, പാഴ്സൽ വാങ്ങാറുണ്ട്, കഴിക്കാറുണ്ട്. എങ്ങനെയുണ്ട്? നല്ല നല്ല രീതിയിലുള്ള ഫുഡാണ്. വിലക്കുറവാണ്. 80 രൂപയ്ക്ക് കപ്പയും നല്ല കോഴി തോരനും ഒക്കെ കൂടെ കൊടുക്കുന്നുണ്ട്. നല്ല ഇപ്പോൾ ഒരു കടയിൽ കിട്ടാത്ത നല്ല ഭക്ഷണമാണ്. അല്ല, ഇവിടുത്തെ ഫുഡ് സൂപ്പർ ഫുഡാണ്. ഇപ്പം ഞാൻ ഡെയിലി രാവിലെ എൻ്റെ വീട് ഇവിടെ നിന്ന് നല്ല കിലോമീറ്റർ. ഞാൻ രാവിലെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് രാവിലെ 2-3 നേരം ഇവിടെ നിന്നാണ് കഴിക്കുന്നത് ഡെയിലി. കാര്യം നമുക്ക് അത്ര ഒരു വീട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു ഹെൽത്തി ഫുഡും അവരുടെ സ്റ്റാഫ് ആയാലും വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അച്ഛനമ്മ കൊടുക്കുന്നത് അതുപോലെ ഒരു ഫീലിൽ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് നമുക്കൊന്ന് കഴിക്കാൻ പറ്റും. പിന്നെ 80 രൂപയ്ക്ക് കപ്പയും കോഴിത്തോരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയാണ്, എവിടെയും കിട്ടാത്തൊരു സംഭവം. ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണ്. വൈകുന്നേരങ്ങൾക്ക് വരാറുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഉള്ള സമയത്തെല്ലാം ഇവിടെ തന്നെ കഴിക്കും. ട്രിവാൻഡ്രം പി ടി പിന്നാറിലാണ് താമസം. ഇടയ്ക്ക് എൻ്റെ ഔട്ട് ഹൗസിൽ വരുമ്പോൾ സ്ഥിരമായിട്ട് വൈകുന്നേരം നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇവിടെ വരും. ഈ സ്പോട്ട് തിരഞ്ഞെടുക്കും. ഇവിടുത്തെ രുചികരമായ ആഹാരം പക്ഷെ എല്ലാവർക്കും സംതൃപ്തി രീതിയിൽ കൊടുക്കുന്ന ഒരു ഹോട്ടലാണ്. എന്തായാലും വൈകുന്നേരം സന്തോഷമുണ്ട്. അത് നാടൻ ഭക്ഷണം, നല്ല പ്യൂർ എണ്ണയിൽ വറുത്തെടുക്കുന്ന ചിക്കൻ ഫ്രൈയും മരിച്ചിനി കാന്താരി എല്ലാം നമുക്ക് ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത്. ഒരു സംതൃപ്തിയാണ് ഇവിടുത്തെ കപ്പയും കാന്താരി എന്നുള്ള കടയുടെ പ്രത്യേകത. വൈകുന്നേരങ്ങളിലെ കട്ടൻ ചായയോടൊപ്പം 80 രൂപയ്ക്ക് കപ്പയും ചിക്കൻ തോരനും നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ ഉടമ ലാലു ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. എന്താണെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം ലാലു. എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിന് കാരണം? എങ്ങനെയുണ്ട്? ഞാൻ ഹോട്ടലിൽ കുറച്ച് കാലമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ആശയം എനിക്ക് തോന്നി വെള്ളറടയിൽ ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവരണം. അങ്ങനെയാണ് ഞാൻ കപ്പയും കാന്താരി എന്ന പേര് കൊടുത്തിട്ട് ചിക്കൻ തോരനും കപ്പയും 80 രൂപയ്ക്ക് എൻ്റെ സാധാരണക്കാരായ എൻ്റെ നാട്ടുകാർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ക്വാണ്ടിറ്റിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശയം എനിക്ക് തോന്നിയതുകൊണ്ടാണ് അത് കൊടുത്തത്. നല്ല സപ്പോർട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കപ്പയ്ക്കും കാന്താരി ചിക്കൻ തോരനായിട്ട് വരുന്നത്. ഒരു കട്ടൻ ചായയും അതിൻ്റെ കോമ്പയിലും കൂടെ കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചു. ചിക്കനൊക്കെ 150 രൂപ 160 രൂപ വില വന്നാലും നമ്മൾ ഈ 80 രൂപ തന്നെയാണ് കൊടുക്കുന്നത്. ക്വാണ്ടിറ്റിയിൽ കുറവ് വരുന്നില്ല. അത് കസ്റ്റമേഴ്സിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് നല്ല സപ്പോർട്ട്. ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ പോകുന്ന ഒരു ഏരിയ നെടുമങ്ങാട്, അപ്പോൾ പൊന്മുടി, ഇതിങ്ങനെ പോകുന്ന റൂട്ടാണ്. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരും ഇഷ്ടംമാരുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഹൈലൈറ്റ് വേറെ ഒന്ന് ബിരിയാണിയാണ്. ഊണില്ല, ബിരിയാണി ഞാൻ തൂക്കി കൊടുക്കുന്നത്. തൂക്കി കൊടുക്കുന്ന പറയുമ്പോൾ 1 കിലോ 200 രൂപ. 1 കിലോ 200 ചിക്കൻ. അതെ, ചിക്കൻ വിത്ത് ചിക്കൻ ആൻഡ് റൈസ്.
പേർക്ക് മൂന്ന് പേർക്ക് അത്യാവശ്യം നോർമലി കഴിക്കുന്ന ആൾക്കാണെങ്കിൽ 3 പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെയാണ്? സ്പെഷ്യൽ നമുക്ക് പോത്തുണ്ട്, ബീഫുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും അത് കോംബോ ഉണ്ട്. അതും വൈകിട്ട് വൈകിട്ട് നമുക്ക് 4 മണി മുതൽ അവൈലബിളാണ്. അതിപ്പോ തയ്യാറായിക്കൊണ്ട് ചെറിയ പക്കോട ടൈപ്പിലുള്ള ചിക്കൻ ഫ്രൈയും പിന്നെ പൊറോട്ടയാണ്. 3 പൊറോട്ടയും 150 ഗ്രാം ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് കോംബോ ആയിട്ട്. പറഞ്ഞു കേട്ടതിനേക്കാൾ മനോഹരമാണ് വന്നു കണ്ടപ്പോൾ, കഴിച്ചപ്പോൾ അതിഗംഭീരവും. യാത്ര വെള്ളറുടെ വഴിയാണെങ്കിൽ കയറാൻ മറക്കണ്ട. അരുൺ മോഹൻ, ന്യൂസ് 18. പാവങ്ങളോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് അരുൺ മോഹനോട് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. വായിൽ വെള്ളം മോറുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, ആ അവസ്ഥയാണ്. എന്തായാലും കപ്പയുടെ കൂടെ എനിക്ക് ഫിഷാണ് പ്രധാനപ്പെട്ട കോമ്പിനേഷൻ. കപ്പയും ഫിഷും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളറടയിലേക്ക് പോകുന്നവർക്കപ്പോൾ കപ്പയിലും കാന്താരിയിലും പോകാം. എന്തായാലും അവരുടെ നീറ്റായിട്ടുള്ള സെർവിങ്, വാഴയിലൊക്കെ സെർവ് ചെയ്യുന്നത് വലിയ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും പരീക്ഷിക്കാവുന്നതാണ്. അരുൺ മോഹനാണ് ആ സ്ഥലം നമ്മളെ പരിചയപ്പെടുത്തിയത്.